റിയൽ മാഡ്രിഡിന്റെ പരിപാടി കണ്ടിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് മറ്റേ ഇതിലെ പറയുന്ന പോലെയാണ്, തിന്നുമില്ല തീറ്റിക്കുമില്ല എന്നുള്ളൊരു സെറ്റപ്പാണ് സംഭവം. 150 ബിഡൊക്കെയാണ് ആർക്ക് വെച്ചിരിക്കുന്നത്, പ്രപ്പോസലാണ് ആർക്ക് വെച്ചിരിക്കുന്നത്, ഹൂലിയൻ ആൽവാരസിന് വേണ്ടിയിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് വെച്ചിരിക്കുന്നത്. അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. സോ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്, മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു 80 പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ പുതിയ ചാനലാണ്, ഇങ്ങനെ കയറി വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. സോ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ അത്ലറ്റിക്കോ ഈ സീസൺ, ലാലിഗയിൽ ഈ സീസൺ കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ അത്ലറ്റിക്കോയ്ക്ക് ഈ പറയുന്ന പോലെ ഹൂലിയൻ ആൽവാരസ് കാരണം ഇരിക്കപ്പുറതി ഇല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. കാര്യം ആദ്യം ബാഴ്സ വരുന്നു, 130 ബിഡ് വെക്കുന്നു, 130 മിഡ് വരേക്ക് വെക്കുന്നു. 100 ആദ്യം പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. അത് പുച്ഛത്തിൻ്റെ എക്സ്ട്രീം പുച്ഛമായിരുന്നു ബാഴ്സയോട്, ആർക്ക്, അത്ലറ്റിക്കോ മാഡ്രിഡിന്. ഈ 1 അല്ല 2 അല്ല 3 അല്ല നിരത്തി പോസ്റ്റുകളിട്ട് നമ്മളെ അപമാനിച്ചു. ആ സമയത്ത് ഒരുപാട് റിയൽ മാഡ്രിഡ് ഫാൻസ് ഒക്കെ അതിൻ്റെ താഴെ പോയിട്ട് നൈസായിട്ട് ഇത് അത്ലറ്റിക്കോയ്ക്ക് ഞങ്ങളുണ്ടോ സപ്പോർട്ട് എന്നുള്ളത് പോലെയുള്ളൊരു സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയലിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ എലക്ഷൻ കഴിഞ്ഞു, പെരസ് ജയിച്ചു. എലക്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, 60% കൂടുതൽ വോട്ടും പെരസിന് തന്നെയായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു എലക്ഷൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് പോലും അറിയില്ല. എന്തായാലും എലക്ഷൻ ഓക്കെ, അത് കഴിഞ്ഞു. പെരസ് വന്ന് പെരസിൻ്റെ ഫസ്റ്റ് മൂവ് ഈ പറഞ്ഞ പോലെ 150 പ്രപ്പോസൽ, അതായത് റിയലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇന്ന് വരേക്കും അവർ ആരും 150 മില്യൺ വാങ്ങിച്ചിട്ടില്ല. ആ സമയത്താണ് 150 ആരെ വെക്കുന്നത്, ബാഴ്സ നോട്ടമിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ബാഴ്സയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഹൂലിയൻ ആൽവാരസിനെ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് വെക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞതും ആദ്യത്തെ പ്രപ്പോസൽ റിജക്റ്റഡ് ആയി, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെല്ലാം പറഞ്ഞ് റെയിൽ ഇട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ ഇനി എങ്ങാനും ഒരു 200 പറഞ്ഞ് ഇതൊക്കെ നടപടിയാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്തൊരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം നടക്കും എന്നുള്ളത്. അപ്പോഴാണ് കെട്ടക്കണ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അടുത്തൊരു പോസ്റ്റ്. ഈ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഒരു പോസ്റ്ററൽ പരിപാടി ഇപ്പോൾ ഒരു വലിയ ഹോബിയായി മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അവർ വരുന്നു, റയൽ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും ഉള്ള റിപ്ലൈ, അല്ലെങ്കിൽ അവർ പോസ്റ്റിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും പറഞ്ഞതിന് എല്ലാത്തിനും ഒരു റിപ്ലൈ പോലത്തെ സംഭവം തന്നെയാണ് അവർ എവിടെ ഇട്ടത്, അവരുടെ പോസ്റ്റിലിട്ടിരിക്കുന്നത്. അതും അൾട്ടിമേറ്റ് പുച്ഛം തന്നെയാണ് കേട്ടോ. സോ ഫ്ലോറന്റീനോ പെരസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞുള്ള ഫസ്റ്റ് മൂവ് തന്നെ അപമാനമാണല്ലോ സജി എന്ന് പറയുന്ന ഒരു സീനാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തോന്നുന്നൊരു വിഷയമല്ല. പുള്ളി എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സാധനം തന്നെയാണ്, അതായത് തിന്നുമില്ല തീറ്റിക്കുമില്ല എന്നുള്ളതാണ്. അതായത് ഹൂലിയൻ ആൽവാരസിനെ പോലത്തെ ഒരു താരം ബാഴ്സലോണയിലേക്ക് വന്നാൽ, എസ്പെഷ്യലി ഇപ്പോൾ നിലവിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ കയ്യിൽ കിട്ടിയാൽ, അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ആർക്കാണ്, റിയൽ മാഡ്രിഡിന് തന്നെയാണ്. സോ അതിന് ആ ഒരു മൂവ് ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ചെക്കാണ്. അല്ലാതെ ഹൂലിയൻ ആൽവാരസിനോടുള്ള ഭയങ്കരമായ ആ പ്ലെയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള ത്വരയൊന്നുമല്ല ഇതിൻ്റെ മറ്റേ കാരണം എന്നുള്ളത് ബേസിക്കായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പോസിബിലിറ്റി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല റിപ്പോർട്ടുകളും പറയുന്നത് ഹൂലിയൻ ആൽവാരസിന് എന്തായാലും അത്ലറ്റിക്കോയിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, പുള്ളി ക്ലബ്ബ് വിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൽ പുള്ളിയുടെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ആരാണ്, FC ബാഴ്സലോണയാണ് എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെയാണല്ലോ നമുക്ക് ആകെയുള്ളൊരു സോഴ്സസ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനകത്തുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ തന്നെ നമുക്കറിയാം ഓൾറെഡി ഇപ്പോൾ ആൻ്റണി ഗോട്ടിനെ വാങ്ങിച്ചു, ഇനിയും പല താരങ്ങളെയും ബാഴ്സലോണ വാങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം 2 ട്രോഫിലെസ് സീസണിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ഈ പറയുന്ന പോലത്തെ ഒരു വമ്പൻ സൈനിങ് ചെയ്ത്, എസ്പെഷ്യലി ഹൂലിയൻ ആൽവാരസിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ചെറുക്കൻ്റെ കയ്യിൽ പന്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുക്കനെ എന്ത് വേണേലും ചെയ്യാം. ഫ്രീ കിക്കിൻ്റെ കാര്യത്തിലായാലും ശരി, പെനാൽറ്റിയുടെ കാര്യത്തിലായാലും ശരി, ഹൂലിയൻ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ. ചാമ്പ്യൻസ് ലീഗിൻ്റെയൊക്കെ ഒരു ഇതിനകത്തേക്ക് ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്ന പോലെ, ഒരു ഫൈറ്റർ എന്ന് പറയുന്ന പോലത്തെ ഒരു പ്ലെയറാണ്. അപ്പം
ഒരു കാരണവശാലും റിയൽ മാഡ്രിഡ് ഒരു ഫാൻസും ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അതുപോലെ തന്നെ പെരസും ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്ത് ഹൂലിയനെ ആര് സൈൻ ചെയ്യണമെന്ന്, ബാഴ്സലോണ സൈൻ ചെയ്യണമെന്നുള്ളത്. സോ അതുകൊണ്ടുള്ളൊരു ചെക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ വെച്ചിരിക്കുന്ന ഒരു 150 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് റയലിന് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ ബാഴ്സയ്ക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇനി എത്രമാത്രം സാധ്യതയുണ്ട് ഇത് കിട്ടാൻ? എനിക്ക് തോന്നുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഇപ്പോൾ നിലവിലത്തെ ഒരു സ്റ്റാൻസ് എല്ലാം വെച്ചിട്ട് മിക്കവാറും ഹൂലിയനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ തന്നെ നിർത്താനാണ് സാധ്യത ഞാൻ കാണുന്നത്. അതിനൊരു 50% ഞാൻ കാണുന്നുണ്ട്. പിന്നുള്ളൊരു 30% എനിക്ക് തോന്നുന്നു ബാഴ്സയിലേക്കാണ് ഹൂലിയൻ പോകാനുള്ള സാധ്യതകൾ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു 20% അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയൊരു 20 to 15% എവിടെയായിരിക്കും റയലിലേക്ക് പോകാനും സാധ്യതയുണ്ട്. പക്ഷെ അത് ഞാൻ ഒട്ടും ഐ ഡോണ്ട് തിങ്ക് സോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. എന്തായാലും ട്രാൻസ്ഫർ മാർക്കറ്റിൽ വേൾഡ് കപ്പ് തുടങ്ങാൻ ഇതേ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ, ടെക്നിക്കലി സ്പീക്കിംഗ് ഇനി അധികം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കാര്യങ്ങൾ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഹൂലിയൻ അൽവാരസ് എവിടെ പോകണം പറയൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ചിൽ കുപ്പിച്ചിൽ.